ഡോക്ടർ ജയരാജ്, ഇവിടെ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലൊന്നും കാര്യമായി മുന്നോട്ട് പോയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറേ വൈദ്യപരിശോധന അല്ലാതെ ബലാത്സംഗം നടന്നു പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ്സോൺ ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമായി പോയത്. ഈ പറയുന്ന അവിടെയും ഹോട്ടലിൽ വെച്ച് കണ്ടു എന്നാൽ അത് രാഹുൽ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ ഈ മൊബൈൽ ഫോണിലെ നിർണായക ഡേറ്റകൾ എന്തോ ലാപ്ടോപ്പിലേക്ക് പകർത്തി എന്നായിരുന്നു എസ്.ഐ.യുടെ കണ്ടെത്തൽ. ആ ലാപ്ടോപ്പ് എവിടെയെന്ന് കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പമാണ് നേരത്തെ ശ്രീ ജിൻഡോയും ജോർജ് ജോസഫും പറഞ്ഞ ഈ അറസ്റ്റിലുണ്ടായ പ്രൊസീജിയർ തകരാറ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി പോലീസായി തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ടോ ശ്രീ ജയരാജ്? നമ്മൾ ഈ വിഷയത്തിനെ സമീപിക്കണമെന്ന് ആ രീതിയിലല്ല ഹാഷ്മി. നമ്മുടെ ചുറ്റുപാടിൽ ഇതുപോലൊരു സീരീസ് ഓഫ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി, അതായത് സീരീസ് ഓഫ് ഇൻസിഡൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സീരീസ് ആണല്ലോ കാര്യം. കുറേയധികം പരാതിക്കാരും നമ്മൾ എയറിൽ നിൽക്കുന്ന കുറേ പരാതിക്കാരും അല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് കുറേ പരാതിക്കാരും മുന്നിൽ വന്നിട്ടുള്ള കുറേ പരാതിക്കാരും ഉണ്ട്. അവരെ എങ്ങനെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്? അവരെ പൊതുസമൂഹത്തിൽ നിന്ന് തിരസ്കൃതരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ പൊതുസമൂഹത്തിൽ നിന്ന് തിരസ്കൃതരാകുന്ന മലയാളി സമൂഹം, കേരള സമൂഹം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര അവധാനതയോടുകൂടി ചർച്ചകൾ സംഘടിപ്പിക്കുകയും ഇത്ര സോഫ്റ്റായിട്ട് ഇടപെടുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി സൈബർ വെട്ടുകളി കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അയാളെ ന്യായീകരിക്കാൻ വേണ്ടി അതിജീവിതമാരെ അധിക്ഷേപിക്കുന്നു. ഇത് നടക്കുന്നത് കേരളത്തിലാണ് ഹാഷ്മി. നമ്മളത് മനസ്സിലാക്കണം. യാതൊരു ധാർമ്മികതയും ഇല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ. ശരിയാണ്, അമ്മയെ തല്ലിയാൽ 2 പക്ഷമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ എന്നാൽ പോലും ഇത് ഇച്ചിരി കൂടുതലല്ലേ? എന്താണ് ചെയ്തത്? ചിലപ്പോൾ ഇപ്പം ആൻറ്റി ഹീറോസിനെ വേർഷിപ്പ് ചെയ്യുന്ന ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പഴയ ജീവിയാനന്ദ നോവൽ കള്ളിച്ചെല്ലമ്മയിൽ പ്രേംനസീർ ആദ്യമായിട്ട് വില്ലനായിട്ട് അഭിനയിച്ച സിനിമ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദാഹരിക്കുന്ന കളങ്കാവൽ വരെയുള്ള സിനിമകൾ. ഇതങ്ങനെയാണോ? ഒരുമാതിരി ഭ്രൂണഹത്യ നടത്തുക. കേട്ടിടത്തോളം നമുക്കിത് കേരളത്തിലാണ് നടക്കുന്നതെന്ന് വളരെ ഞെട്ടിപ്പിക്കലുണ്ടാക്കുന്നൊരു സംഭവമല്ലേ ലക്ഷ്മി? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അറ്റ് എനി കോസ്റ്റ് നിയമത്തിന് കൊണ്ട് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതിപ്പം കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നുള്ളൊരു വിഷയമല്ല ഇതിനകത്ത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയമേ അല്ല. ഇതൊരു ധാർമ്മികതയുടെ വിഷയമാണ്. അതിങ്ങനെ സ്ത്രീകൾക്കെതിരെ കടന്നുകയറ്റം നടത്തുന്ന എല്ലാവരെയും, എല്ലാ നരാധവന്മാരെയും ആ ഒരു അർത്ഥത്തിൽ തന്നെ കണ്ടെടുത്ത് അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല. ഇയാളിപ്പം യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ ഇത്തരത്തിലുള്ള ഒരാളെ പൊതുസമൂഹം വെച്ച് പൊറപ്പിക്കണോ? ഇങ്ങനെയുള്ള ആളുകളെ ഇനി എൻ്റർടൈൻ ചെയ്യണോ? ഇവർക്കൊരു ഹീറോയിക് പരിവേഷം കൊടുക്കണോ? ഇയാൾ ചിരിച്ചുകൊണ്ട് എല്ലാം നേടി എന്നുള്ള അർത്ഥത്തിൽ പോലീസ് ജീപ്പിലിരുന്ന് പോവുക. ആ ചിരിയുടെ വിഷ്വലുകൾ കാണുമ്പോൾ എത്ര ആളുകളാണ്, എത്ര അതിജീവിതകളാണ് ഇത് കാണുമ്പോൾ മാനസികമായിട്ട് വിഷമമുണ്ടാകുന്നത്. എനിക്ക് തന്നെ വളരെ വിഷമമുണ്ട്. എല്ലാം കീഴടക്കി ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വിജിഗീഷുമായിട്ടിരുന്ന് ചിരിച്ചുകൊണ്ട് പോകുന്ന വിഷ്വലുകൾ ഇപ്പോഴും ഇനി കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പോലീസിന് ചെയ്യാവുന്നതിന്റെ പരമാവധി പോലീസ് ചെയ്തു. രാഹുലിനോട് ചിരിക്കണ്ട എന്ന് പറയാൻ പോലീസിന് പറ്റില്ല. രാഹുലിനോട് ചിരിക്കണ്ട എന്ന് പറയാൻ പോലീസിന് കഴിയില്ല. അങ്ങനെയല്ല. കോൺഫിഡൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത് ജയരാജ്. ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്ന കോൺഫിഡൻസ് ഒന്നുമല്ല. ഇതിനകത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ വെട്ടുകിളിക്കൂട്ടവും അതിനെ തുടർന്നുണ്ടാകുന്ന പണമൊഴുക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഉദാഹരണത്തിന് അയാൾ ഇവിടെ MLA ആയിട്ട് അയാളെ കൊണ്ടുവന്നത്, നിയമസഭയിൽ കൊണ്ടുവന്നത് ആരാണ്? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് തിരുവനന്തപുരത്തെ. അയാൾക്ക് സീറ്റ് കൊടുത്തു. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നേമൻ ഷജീർ. അതുപോലെ തന്നെ ഈ ഫെനിക്ക് സീറ്റ് കൊടുത്തു. അപ്പോൾ കോൺഗ്രസ് ഒരർത്ഥത്തിൽ തള്ളിപ്പറയുകയും ചെയ്യുകയും അതേസമയം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു KC വേണുഗോപാലിൻ്റെ വൈഫ്, ഇവരുടെ സമുന്നതനായ നേതാവ് KC വേണുഗോപാലിൻ്റെ വൈഫ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ദിവസങ്ങൾക്ക് കഴിഞ്ഞ ഉടനെ മിനിറ്റുകൾക്കകം തന്നെ അത് പിൻവലിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടായി. VD സതീശനെ കുറിച്ച് എന്തൊക്കെ പേരിട്ടാണ് വിളിച്ചത്? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ശ്രീ ജിൻഡോ ജോണാണ്. അതിശക്തമായ പ്രതികരണമാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രതികരണമാണ്. ജിൻഡോ പോലും ഇപ്പോൾ വാക്കുകളിൽ മയപ്പെടുത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ സമയത്തിനിടയിൽ എത്ര വെള്ളം ആറിലൂടെ ഒഴുകിപ്പോയെന്നോ അല്ലെങ്കിൽ കടലിൽ ചെന്ന് ചേർന്നെന്നൊന്നും ആലങ്കാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ വളരെ സന്തോഷത്തോടെ കേട്ടാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സിന്, അതാണല്ലോ പ്രോസിക്യൂഷൻ ഉപയോഗിച്ച വേർഡ്, ഹാബിച്വൽ ഒഫൻഡേഴ്സിന് ആ രീതിയിൽ തന്നെ അതേതെങ്കിലും സിനിമാ നടനായിക്കോട്ടെ അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ആരായാലും അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമാ നടൻ തന്നെ ആ കേസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരു സിനിമയിലൂടെ വീണ്ടും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയും കേരളക്കര മൊത്തം കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെയിൽ ഷോവനിസ്റ്റ് ഫിക്സിൻ്റെ ഒരു കൂട്ടമായി മാറുകയും
സ്ത്രീകളെ എല്ലാം ഇങ്ങനെ എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ തള്ളിയിടുന്ന ഒരു മനസാക്ഷി എങ്ങനെയാണ് കേരള സമൂഹത്തിന് ഉണ്ടാകുന്നത്? ഇവിടെ നിയമ സംവിധാനത്തിന്റെ തകർച്ചയോ അല്ലെങ്കിൽ അവരെ ജയിലിലിടാത്തതുകൊണ്ടോ കുറ്റവിചാരണ നടത്താത്തതുകൊണ്ടോ ഒന്നുമല്ല. ഈ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഇവരെല്ലാം പുറത്തേടുകയാണ്. അല്ലെങ്കിൽ കേരള സമൂഹം എന്ന് പറയുമ്പോൾ രാഹുൽ ഇപ്പോഴും ഗ്രൗണ്ടിലുള്ള ഒരു പിന്തുണയെ പറ്റി, രാഹുലിനെ അനുകൂലിച്ച് സംസാരിക്കാൻ മടിയില്ലാത്തവരെ പറ്റി, സൈബർ ഇടത്തിലും അല്ലാതെയും ഇപ്പോഴും രാഹുൽ അനുകൂലമായി നിൽക്കുന്നവരെ പറ്റി അത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ചിന്തിക്കുന്ന എന്താണ് എണ്ണക്കൂടുതലുള്ള മനുഷ്യരെ പറ്റിയൊക്കെയാണ്. അതുകൊണ്ടാണ് അങ്ങ് പൊതുവിൽ കേരള സമൂഹം എന്ന് പറയുന്നത്. ആ കൺസേൺ എനിക്കുണ്ട് ശ്രീ ജയരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.